സിദ്ദീഖ് മൗലിദിൽ മഹാനായ സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം കറാമത്ത് വിശദീകരിക്കുന്നിടത്ത് കാണാം. وله من الكرامات ما لا يحصى ومن خوارق العادات ما لا يستقصى منها ما جاء عن انس رضي الله عنه انه جاءت امراه من الانصار. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തുകളിൽപ്പെട്ട ഒന്നാണ് അൻസാറുകൾപ്പെട്ട ഒരു പെണ്ണ്, ഒരു സഹോദരി വരുന്നു. നബിതങ്ങൾ ഒരിക്കൽ വന്നിട്ട് പറയുന്നു, റഅയ്തു ഫിൽ മനാമി കഅന്ന അൻ-നഖ്ലത്തല്ലതി ഫീ ദാരി ഖദ് വഖഅത് വസൗജി ഫിസ് സഫർ. നബിയേ, എന്റെ വീടിന്റെ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, എന്റെ വീട്ടിന്റെ പരിസരത്തുള്ള ഈത്തപ്പന അത് താഴെ നിലം പൊത്തിയതായി ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. എന്റെ ഭർത്താവാകട്ടെ യാത്രയിലുമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, യജിബു അലൈകി സ്വബർ, നീ ക്ഷമിക്കണം. ഫലം തജിത്തമിഇ ബിഹി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമ നാൾ വരെ നിങ്ങൾ രണ്ടുപേരും സംഗമിക്കുകയില്ല എന്ന് നബിതങ്ങൾ പറയുകയുണ്ടായി. ഫഖറജത് ഇംറഅത്തുൻ ബാഖിയ, നബിതങ്ങൾ അരികിൽ നിന്ന് ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. വഴിയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പെണ്ണ് കാണുകയാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾ സ്വപ്നത്തിൽ കണ്ടത് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് വിശദീകരിക്കുകയാണ്. വലം തദ്കുർ ലഹു മാ ഖാലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞത് ആ പെണ്ണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞില്ല. ഫഖാല ലഹാ, അപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പെണ്ണിനോട് പറയുകയുണ്ടായി, ഇദ്ഹബി, നീ പോകുക, ഫഇന്നകി തജ്തമിഉന ബിഹി ഫീ ഹാദിഹി ലൈല, ഈ രാത്രി തന്നെ നിന്റെ ഭർത്താവുമായി നീ സംഗമിക്കും. ഫദഖലതു ഫീ മൻസിലിഹാ, അവളുടെ വീട്ടിലേക്ക് അവൾ പ്രവേശിച്ചു. വഹിയ മുതഫക്കിറത്തുൻ ഫീ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൾ നബി തങ്ങളുടെ വാക്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വഖൗലി അബീ ബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലമ്മാ ജന്ന അലൈഹി ലൈൽ, രാത്രി ഇരുട്ടിയപ്പോൾ ഇദാ ബിസൗജിഹാ ഫീ ദാരിഹാ, അവളുടെ വീട്ടിൽ അവളും അവളുടെ ഭർത്താവും ഒരുമിച്ച് കൂടുന്നു. അവളും അവളുടെ ഭർത്താവും ഒരുമിച്ച് കൂടുകയാണ്. നബിതങ്ങളോട് അരികിലേക്ക് അവൾ പോയി. അങ്ങനെ നബിതങ്ങളോട് അവളുടെ ഭർത്താവ് വന്ന വിവരം പറഞ്ഞു. നബിതങ്ങൾ ദീർഘമായി ചിന്തിച്ചു നോക്കി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എന്താണ് എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നീയും നിന്റെ ഭർത്താവും ഒരുമിച്ച് കൂടും എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് ഉറപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ, സത്യം ചെയ്തുകൊണ്ട് അങ്ങോട്ട് വിശദീകരിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് സാധൂകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലൂദിൽ ഒരു പെണ്ണുങ്ങൾക്ക് സ്വപ്നം കാണുന്നു. ഈത്തപ്പഴ മരം പൊളിഞ്ഞു വീണതായിട്ട് സ്വപ്നം കാണുന്നു. ഈ പെണ്ണുങ്ങൾ വിശദീകരിക്കേണ്ടതില്ലല്ലോ ഇൻഷാ അല്ലാഹ്. ഈ പെണ്ണുങ്ങൾ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോകുന്നു, സംഭവം പറയുന്നു, സ്വപ്നം കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിന്റെ വ്യാഖ്യാനം എന്താണ്? അപ്പോൾ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിന്റെ ഭർത്താവ് എവിടെ? അപ്പോൾ പെണ്ണുങ്ങൾ പറയുന്നു, എന്റെ ഭർത്താവ് യാത്രയിലാണ്, ബിസിനസ്സിനായിട്ട് പോയിരിക്കുന്നു. അപ്പോൾ റസൂലുള്ള പറയുന്നു, നിന്റെ ഭർത്താവ് ഇനി അന്ത്യദിനം വരെ നിന്റെ അടുത്ത് ബന്ധപ്പെടൂല, നിന്റെ കണ്ടുമുട്ടൂല. എന്നിട്ട് പെണ്ണുങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ട് പോവുക. വഴിമധ്യേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുന്നു. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ് കരയുന്ന സംഭവം ചോദിച്ചാൽ സ്വപ്നം കണ്ട ആ സ്വപ്നം പറയുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആ പെണ്ണുങ്ങൾ പറയുന്നില്ല, ഞാൻ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയിട്ട് മീറ്റായത് പറയുന്നില്ല. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാത്തതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനം പറയുന്നു, നിന്റെ ഭർത്താവ് എവിടെയെന്ന് ചോദിക്കുന്നു. എന്നിട്ട് ആ പെണ്ണുങ്ങൾ പറയുന്നു, എന്റെ ഭർത്താവ് യാത്രയിലാണ്. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിന്റെ ഭർത്താവ് അതാ ഈവനിങ് മോന്തിക്ക് മുമ്പ് ഈവനിങ് മുമ്പ് നിന്റെ ഭർത്താവ് നിന്റെ പുറയിൽ കണ്ടുമുട്ടു എന്ന് പറയും. അപ്പോൾ
പെണ്ണിങ്ങ വീട്ടിൽ പോയി നോക്കുമ്പോൾ ഭർത്താവ് ഈവനിങ് വന്നെത്തിയിരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടെ നിങ്ങൾ മൗലൂദിൽ ഇൻസൾട്ട് ആക്കിയതല്ലേ എന്റെ ചോദ്യം. എന്നിട്ട് നിങ്ങൾ മൗലൂദ് പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മൗലൂദിൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പുകഴ്ത്ത, ഉമർ റളിയല്ലാഹുവിന്റെ മൗലൂദിൽ ഉമർ റളിയല്ലാഹുവിന്റെ പുകഴ്ത്ത. അങ്ങനെ ഒരാളെ ഇൻസൾട്ട് ആക്കിയിട്ട് റസൂലുള്ളാഹിനെ ഇൻസൾട്ട് ആക്കിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പുകഴ്ത്താണ്ടല്ലോ. ഇതാണ് ചോദ്യം. അതിന് രണ്ട് മറുപടിയാണ് പറയാനുള്ളത്. ആദ്യത്തെ മറുപടി, നിങ്ങൾ ഏതെങ്കിലും മൗലിദിൽ എവിടെയെങ്കിലും കാണുന്ന സംഭവങ്ങളൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅ അംഗീകരിക്കണം എന്നില്ല. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകളിൽ പറയപ്പെടുന്ന സംഭവങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് മറുപടി പറയേണ്ടതുള്ളൂ. ആരെങ്കിലും മൗലിദ് എന്ന പേരിൽ ഒരു പുസ്തകത്തിൽ അച്ചടിച്ചു വിട്ടതിനൊക്കെ മറുപടി പറയേണ്ട യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല എന്നാണ് ഒന്നാമതായിട്ടുള്ള മറുപടി. ഇനി മൈക്ക് കൊടുക്കുക, സുഹൃത്തിന് എന്താ പറയാനുള്ളത് നോക്കാം. എന്റെ ചോദ്യം, ഇപ്പോ ഉസ്താദ് പറഞ്ഞത് ആരെങ്കിലും എഴുതി വിട്ടിയത് കൊണ്ട് ചോദിക്കേണ്ടതില്ല. തീർച്ചയായും. എന്നാല് ഇപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ പല സുഹൃത്തുക്കൾക്കും അറിയാത്തത് കൊണ്ട് മൗലൂദല്ല, എന്തായാലും ഞങ്ങളും ഓതുന്നത് ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അങ്ങനത്തെ ആ റസൂൽ സുഹൃത്തിന് അറിയില്ല, അത് അറബിയിലുള്ളത് കൊണ്ട് അറിയില്ല. തീർച്ചയായിട്ടും മലയാളത്തിൽ ഉണ്ടായത് കൊണ്ട് മൗലൂദ് ഉണ്ടായത് കൊണ്ട് ഒരാളും ആ മൗലൂദ് ഓതുകയില്ല. ഉസ്താദ് തന്നെ പറഞ്ഞ് സമ്മതിച്ചു. ഇല്ല, ഞാൻ രണ്ട് മറുപടി ഉള്ളതിൽ ഒരു മറുപടി ഞാൻ പറഞ്ഞത് ആരെങ്കിലും എഴുതി വിട്ടത് കൊണ്ട് ഓതേണ്ടതില്ല എന്ന് ഉസ്താദ് പറഞ്ഞു. നമ്മൾ അംഗീകരിക്കുന്നത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ. പാവപ്പെട്ട ഇവിടെ നിൽക്കുന്ന 90% 90% ആൾക്കാർ അറബി അറിയില്ല. പക്ഷേ അറബി അറിയുന്ന ഒരാളെ അവർ ഖത്തീബായിട്ടോ ഇമാമായിട്ടോ നിർത്തിയിരിക്കും. മൗലൂദ് ഖത്തീബായിട്ട് ഇമാമായിട്ട് നിർത്തിയ ആൾക്ക് മാത്രമല്ല ഓതേണ്ടത്, പക്ഷേ അതിന് നേതൃത്വം നൽകൽ അവരാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ കഴിവുള്ള പണ്ഡിതന്മാരെ തന്നെ മഹല്ലിൽ നിർത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ആ മൗലൂദിനെ നിങ്ങൾ തള്ളാത്തത്? കിതാബിൽ നിന്നിട്ട് സിദ്ദീഖ് മൗലൂദിനെ എന്തുകൊണ്ട് നിങ്ങൾ തള്ളാത്തത്? നിങ്ങൾ സിദ്ദീഖ് മൗലൂദ് എല്ലാ സിദ്ദീഖ് മൗലൂദും അതില്ല, അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. അത് വളരെ ചുരുങ്ങിയ ചില മൗലിദുകളിൽ മാത്രമാണുള്ളത്. ഞങ്ങൾ സാധാരണ ഓതുന്ന സബീന നിങ്ങൾ എടുത്തു നോക്കുക, അത് നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. പിന്നെ വേറൊന്നും കൂടി പറയാം, മുജാഹിദുകളാണ് ഏറ്റവും കൂടുതൽ മൗലിദുകൾ അച്ചടിച്ചു വിട്ട് കാശാക്കുന്നത്. തിരൂരങ്ങാടി പ്രസ്സും അതുപോലെ പല പ്രസ്സും നടത്തുന്നത് മുജാഹിദുകളാണ്. അവരാണ് ശിർക്ക് വിറ്റ് കാശാക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും തെറ്റുകൾ ഉണ്ടാവാം. അത് മുജാഹിദുകൾ. ഇനി ഈ മൗലവി പറഞ്ഞ ഒരു സംഗതിയും കൂടി അത് കേട്ടോളൂ. മൂപ്പര് പറയുന്നത് സിദ്ദീഖ് മൗലിദ് എന്നൊരു മൗലിദുണ്ട്. ഈ സിദ്ദീഖ് മൗലിദില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ തരണ്ടായിട്ട് പോലും. അതാണ് അടുത്ത വിഷയം. ഞങ്ങൾക്ക് സിദ്ദീഖ് മൗലിദ് എന്ന പേരിൽ ഒരാൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മൗലിദ് ഓതിയാൽ ഞങ്ങൾ അംഗീകരിക്കും, മൗലിദ് എഴുതിയാൽ അംഗീകരിക്കും, ഓതിയാൽ അംഗീകരിക്കും. പക്ഷെ അത് ശരിയായ വിഷയങ്ങളിൽ പറയാവും. എന്നാ മൗലവി സിദ്ദീഖ് മൗലിദ് എന്ന പേരിൽ, ഈ മൗലിദ് കിതാബ് എന്ന പേരിൽ ഇറക്കപ്പെടുന്ന ഈ നിങ്ങളെ മുജാഹിദിന്റെ അതാ CH മുഹമ്മദ് ആൻഡ് സൺസ്, അതെ അതുപോലുള്ള ഓരോ സൺസുകൾ പുറത്തിറക്കുന്ന മൗലിദ് കിതാബ്, ആ മൗലിദ് കിതാബിൽ നിങ്ങൾ കൊടുക്കുന്ന അതുപോലെ പലരും കൊടുക്കുന്ന എന്തെല്ലാമുണ്ടോ അതെല്ലാം ഞങ്ങൾ അംഗീകരിച്ചതാണെന്ന് പറയാൻ നിങ്ങൾക്ക് തെളിവ് കാണിക്കാൻ കഴിയുമോ? ഞാൻ ആദ്യമായി തന്നെ പറയട്ടെ, സിദ്ദീഖ് മൗലിദ് എന്ന പേരിൽ ഏതെങ്കിലും പണ്ഡിതന്മാര് മൗലിദ് രചിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ കിതാബിൽ നിങ്ങൾ ഉദ്ധരിക്കുന്ന ഈ മൗലിദിൽ ഞങ്ങൾ അംഗീകരിക്കാത്ത എത്രയോ വിഷയങ്ങളുണ്ടെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് അറിയാവുന്നതല്ലേ? അവർ പല സ്ഥലത്തും അത് പറഞ്ഞതുമല്ലേ? ഞങ്ങൾ എവിടെയെങ്കിലും ഈ സിദ്ദീഖ് മൗലിദ് ഏതോ ഒരാളൊരു സിദ്ദീഖ് മൗലിദ് ഓതിയാലോ എഴുതിയാലോ തെറ്റാണെന്നല്ല, മറിച്ച് ഇവിടെ നിങ്ങൾ പറയുന്ന ഈ സിദ്ദീഖ് മൗലിദ് നിങ്ങൾ ഓർക്കണം, ഈ സിദ്ദീഖ് മൗലിദ് ഞങ്ങൾ അംഗീകരിക്കുന്നതാണെന്ന് ഞങ്ങളെ ഏതെങ്കിലും ഔദ്യോഗികമായ ഒരു തീരുമാനം ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് എടുത്തിരുന്നു. 1000 കുതിരശക്തിയോടെ ഞങ്ങൾ പറയുന്നു, ഞങ്ങളത് ബാധിച്ചിട്ടില്ല. ചോദിച്ചോട്ടെ, നിങ്ങൾ കൊണ്ടുപോകുന്ന ഇമാമുകളുടെ കിതാബിൽ ആ കിതാബിലുള്ളത് മുഴുവനും സത്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? അതൊന്ന് പറയട്ടെ. അത് വിശ്വസിച്ചുകൊണ്ടാണോ നിങ്ങൾ കിതാബുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നത്? വെറുതെ വിഡിത്തം പറയാൻ നിൽക്കരുത് മൗലവി. ഇത് മുഖാമുഖം ഇരുന്നു കൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് പറയുകയല്ല. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോ ഇത് സമ്മതിച്ചു എന്ന് വലിയ കാര്യമായിട്ട് പറയണ്ട. ഇതൊക്കെ ഞങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്.
ഞങ്ങളെ ജനങ്ങളെ വിശ്വാസികളെ ഇത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. അത് മുനീർ മൗലവിയുടെയോ അല്ലെങ്കിൽ മറ്റു മൗലവിമാരുടെയോ വിജയാഹ്ലാദമായി വിജയാഘോഷമായി അത് ഒരിക്കലും നിങ്ങൾ അവകാശപ്പെടുകയും വേണ്ട. അതെ, കണ്ടോ? അപ്പോ മാന്യമഹാജനങ്ങളെ അറിഞ്ഞുകൊള്ളുക, മൗലൂദ് മുഴുവൻ ശരിയല്ല എന്ന്. ഇത് കേട്ടപ്പോഴാണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ ഞെട്ടിയത്. കാര്യം എന്താ? സുബ്ഹാനല്ലാ, ഈ മൗലിദാണല്ലോ 90 വയസ്സുള്ള എന്റെ ഉമ്മുമ്മ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചൊല്ലി ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇതിന് ഞാൻ എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് മൗലിദ് കിതാബുമായി വന്ന ആൾ ഇതെന്ത് ചെയ്യണമെന്നറിയില്ല. ഇതെന്ത് ചെയ്യണമെന്നറിയാതെ ഉസ്താദിനോട് ചോദിക്കണം, അല്ല ഉസ്താദെ, 90 വയസ്സുള്ള എന്റെ ഉമ്മുമ്മ ചൊല്ലിയ മൗലിദ് കിതാബാ ഇത് ഞാൻ എന്ത് ചെയ്യണം? കീറിക്കളഞ്ഞേക്കട്ടെ? വേണ്ട വേണ്ട, കാര്യം വാദപ്രതിവാദം നടന്നാലില്ലല്ലോ, ഇനി അത് ആവശ്യമുണ്ടല്ലോ, ഇത് കഴിഞ്ഞാൽ ആവശ്യമുണ്ടല്ലോ. അതല്ല, ഇത് സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ വാദപ്രതിവാദം നടത്തുകയും വേണം. അപ്പൊ രണ്ടിനും പറ്റാത്ത അവസ്ഥയായി. ആ ഒരു അവസ്ഥയിൽ അലവി സഖാഫി ആകെ വിളറുന്ന രംഗമാണ് ഇത് നിങ്ങൾ കാണുന്നത്. വ്യക്തിപരമായ കാര്യമാണ്. ഇത് വായിച്ചു 90 വയസ്സായതിന്റെ വല്യമ്മ ഇതുവരെയും വായിച്ചു. ഇതിന്റെ മുമ്പ് ഈ മരിച്ചുപോയ ആൾക്കാർ, ഇത് വായിക്കുന്ന ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും. അവരിത് ഓതിയിട്ടുണ്ടാവും. അപ്പോ ഇത് അവർ ഓതിയത് തെറ്റാണോ? തെറ്റല്ലേ? അപ്പൊ ഇതില് എഴുതിയത് തെറ്റാന്ന് നിങ്ങൾ പറയുന്നുള്ളൂ. ഇതിലിപ്പോ തെറ്റ് അല്ല. ഒരു മിനിറ്റ്. ഓക്കെ മനസ്സിലായി. ഇപ്പൊ ഓക്കെ, അത് ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇല്ല, ഇത് മുസ്ലിം ഐക്യം വരുന്ന ചോദ്യമല്ല, ഇത് എന്റെ വ്യക്തിപരമായ ചോദ്യമാണ്. ഇതിൽ നിങ്ങൾ ഇപ്പൊ അവിടുന്ന് ഇതൊന്ന് ഒരു വരി ചൊല്ലിയിട്ട് നിങ്ങൾ പറഞ്ഞു തെറ്റാണ് അല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിൽ വായിച്ചു അത് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു അല്ലേ? അത് വായിച്ച തെറ്റായി കഴിഞ്ഞാൽ ഈ മരിച്ചു പോയാൽ അതിന് കുറ്റമുണ്ടോ? കുറ്റമില്ല. അതറിയില്ലെങ്കിൽ ഇത് ഇനിയും വായിക്കാൻ പോലെ. ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഇനിയും വായിക്കും. അങ്ങനെയാണ്. കണ്ടോ? അതറിയാതെ വായിച്ചു പോയതല്ലേ, കുഴപ്പമില്ല. അപ്പൊ ഇനി വീട്ടിൽ കൊണ്ടുവച്ചാലോ അറിയാതെ വായിച്ചോളൂ, കുഴപ്പമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, എത്ര പരിശുദ്ധിയോടെ ഈ സാധനം കൊണ്ടു നടക്കണം ആളുകള്. അള്ളാന്റെ ഖുർആന് പോലും ആ പരിശുദ്ധി കൊടുക്കാറുണ്ടോ? ഇല്ല. ഒരു വീട്ടിൽ മൗലിദാന്ന് പറഞ്ഞാല് വീടൊക്കെ വൃത്തിയാക്കി കഴുകി, അതുപോലെ തന്നെ നല്ല പുതിയ പായ കൊണ്ടുവന്ന് വിരിച്ച്, അതിന്റെ മുകളിൽ വെള്ളത്തുണി വിരിച്ച്, അതിന്റെ മുകളിൽ തലയിണ വെച്ച്, അതിന്റെ മുകളിൽ പിന്നെയും വെള്ളത്തുണി വിരിച്ച്, അതിന്റെ മുകളിൽ മുല്ലപ്പൂ വിതറിയിട്ട്, അതിന്റെ മുകളിൽ ഈ നജസ് കേട്ടോ ഏറ്റവും മുകളില്. അങ്ങനെ പരിപാലിക്കുന്ന സാധനം ഇത്. എന്ന് പറയാണ്, അത് അറിയാതെ ചെല്ലിയതല്ലേ, കുഴപ്പമില്ല. അറിയാതെ ചെല്ലിയതല്ലേ